ലെറ്റ് സ്റ്റാർട്ട് അവർ ഇംഗ്ലീഷ് ക്ലാസ്. അതിനു മുന്നേ ബുക്ക് എടുക്കണം. മിസ് പറഞ്ഞു എല്ലാ ദിവസവും നമുക്കൊരു ഇംഗ്ലീഷ് ബുക്കിൽ നമ്മൾ എഴുതാറുണ്ട്, ഒരു ബുക്കിൽ എഴുതാറുണ്ട്. ആ ബുക്ക് എല്ലാവരും എടുത്ത് ഡേ 1 എഴുതിയ അതേ ബുക്ക് എടുക്കുക, ബുക്ക് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഇന്നത്തെ ഡേറ്റ് ഒന്നിട്ടെ മക്കളെ. നമ്മളൊരു കാര്യം എല്ലാ ദിവസവും എഴുതി തുടങ്ങുമ്പോഴും ഡേറ്റ് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സാർ ഒരാളെ വിളിച്ചേ. യെസ്, ക്രിസ്റ്റീന കുട്ടി. എന്നെ എന്തിനാ വിളിക്കുന്നത്? യെസ്, ഗുഡ് മോർണിംഗ്. ആ ക്രിസ്റ്റീൻ, ഇന്ന് എത്രാം തീയതിയാണ്? ഡേറ്റ് എത്രയാണെന്ന് നോക്കട്ടെ, ഓർമ്മയുണ്ടോന്ന്. ഓർമ്മയുണ്ടോ ഇന്നത്തെ ഡേറ്റ്? ഇന്ന് 14 ഞങ്ങളുടെ ഇവിടെ 14 ആയിട്ടില്ല. അതെ, ആ ഓക്കെ 13. ഓക്കെ 13/5/2013 കറക്റ്റ് ആണ്. 13/5/2026 സൈഡിൽ എഴുതിയിട്ട് ഇന്നത്തെ ഡേ എഴുതണം. ഇന്നത്തെ ഡേ എന്താണ്? വെനസ്ഡേ. മക്കളെ, ഇങ്ങനെ ഡെയിലി നമ്മൾ എഴുതുമ്പോ നമ്മൾ ആ ഡേയുടെ സ്പെല്ലിംഗ് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ്സേ ഞങ്ങൾക്ക് അതൊക്കെ അറിയാന്ന്. അറിയാത്ത കുട്ടികൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും എഴുതണം കേട്ടോ. സാർ ഒരാളൊന്ന് അഡ്മ്യൂട്ട് ചെയ്തേ സാറേ. എയ്ബൽ. എന്തൊരു ഉറക്കമാണ് എയ്ബൽ. ഇങ്ങനെയാണെങ്കിൽ നീ ഉറങ്ങണത് സ്ക്രീനിൽ എല്ലാവരും കാണോട്ടെ. എയ്ബൽ എന്തൊരു ഉറക്കമാണ്. ക്ലാസ് കഴിയാറായി. അറിഞ്ഞോ വല്ലതും? ഇല്ല, അറിഞ്ഞില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ബ്രേക്ക് ടൈമിൽ പോയി ഒന്ന് ഫേസ് വാഷ് ചെയ്യണം കേട്ടോ. ഓക്കെ എയ്ബൽ. യെസ് യെസ്, നമുക്ക് അടുത്തൊരാളെ വിളിക്കാം സാറേ. രണ്ടുപേരുണ്ടോ? യെസ് യെസ് യെസ്, രണ്ടുപേരുണ്ട്. യെസ്, അഡ്മിറ്റ് ചെയ്തോ. ഗുഡ് മോർണിംഗ് മക്കളെ, ഗുഡ് മോർണിംഗ്. രണ്ടുപേരും പറഞ്ഞോ? കേൾക്കുന്നില്ല, പറഞ്ഞോ. ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. ഓക്കെ ഓക്കെ ഓക്കെ. എടാ മക്കളെ, മിസ്സിന്റെ ചോദ്യം ഇന്ന് വെനസ്ഡേ ആണ്. ഒന്ന് ആരെങ്കിലും ഒരാൾ വെനസ്ഡേയുടെ സ്പെല്ലിംഗ് പറഞ്ഞേടാ. ഇപ്പൊ രണ്ടുപേരും നമ്മൾ ഇടിയാവോ? നീ പറഞ്ഞോളാൻ പറഞ്ഞ് ഒരാള് പറഞ്ഞോ. സൗണ്ട് കേൾക്കുന്നില്ല, ഒന്നുകൂടി പറഞ്ഞേ. വെരി ഗുഡ് മക്കളെ, ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ എഴുതിയിരിക്കുന്ന സ്പെല്ലിംഗ്? വെരി ഗുഡ്, ഗുഡ്, കറക്റ്റ് ആൻസർ. ഓക്കെ, ഇങ്ങനെ തന്നെയാണോ സ്പെല്ലിംഗ് എന്ന് നോക്കണേ. WEGNESDAY കറക്റ്റ് ആണോ നോക്കണം കേട്ടോ. എല്ലാ ദിവസവും ഡേറ്റും ഡേയും ഇടാൻ മറക്കല്ലേ. ആൻഡ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് എന്ന് ടൈറ്റിൽ കൊടുക്കുക. ഇംഗ്ലീഷ് എന്ന് ടൈറ്റിൽ കൊടുക്കുക. ആൻഡ് അടുത്തൊരു ടൈറ്റിലും കൂടി അതിന് തൊട്ടടിയിൽ എഴുതി വെച്ചോ. പാർട്സ് ഓഫ് സ്പീച്ച്. വാട്ടാർന്നൊന്നും വേണ്ട, പാർട്സ് ഓഫ് സ്പീച്ച് എന്നുകൂടി ടൈറ്റിൽ കൊടുക്കാം. യെസ്, അപ്പൊ തെറ്റാണ്. ടൈറ്റിലൊക്കെ എഴുതി നമ്മൾ റെഡിയായി. മക്കളെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നേടാ. നമുക്ക് ടൈറ്റിൽ വായിച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മക്കളെ നോക്കിയേ, പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് വെച്ചാല് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും. ഇംഗ്ലീഷിൽ നമ്മളിപ്പോ ഒരു സെന്റൻസ് പറയുകയാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഒരു സെന്റൻസ് എഴുതുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സെന്റൻസിലെ ഓരോ വേർഡ്സും എന്താണ്? ഓരോ പാർട്ടാണ്. ആ പാർട്ടുകൾക്ക് ഓരോരോ പേരുകളുണ്ട്. ഓക്കെ, ഇംഗ്ലീഷിലെ ഓരോ സെന്റൻസുകളെയും നമുക്ക് ഓരോരോ പാർട്ടുകളാക്കി മാറ്റാം. ആൻഡ് ആ ഓരോ പാർട്ടുകൾക്കും ഓരോരോ പേരുകളുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പാർട്സിന്റെ പേര് അറിയാമെങ്കിൽ, ഈ പാർട്സ് ഓഫ് സ്പീച്ച് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഇതറിയാമെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട. ആർക്കെങ്കിലും മിസ് എനിക്കറിയാം, ഓരോ വാക്കുകളുടെയും പേരുകൾ എനിക്കറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന്. യെസ്, ആരോ സാറേ ഒരാള് ചെയ്തിട്ടുണ്ട്. ആരാണത്? യെസ്, ഒരാളല്ല. യെസ്, ബ്രോണിയ. യെസ്, ഗുഡ് മോർണിംഗ്. ഓക്കെ മക്കളെ, പാർട്സ് ഓഫ് സ്പീച്ച് അറിയോ? അതായത് ഓരോ കാര്യങ്ങളുടെയും പേരറിയോ? ഒരെണ്ണം പറഞ്ഞേടാ. നൗണ്. അടുത്തത് പറഞ്ഞു. വെരി ഗുഡ്, നൗണ്. വെർബ്. അത്ര മതി. അടിപൊളി സാറേ, കുട്ടിക്ക് അറിയാട്ട് അടിപൊളി ആയിട്ട് അറിയാം. യെസ് യെസ് യെസ്. അടുത്തൊരാളെ വിളിച്ചോ സാറേ. ഒരുപാട് പേര് റേസ് ചെയ്തിട്ടുണ്ട്.
കാർത്തിക കുട്ടി ഗുഡ് മോർണിംഗ്. നൗനും വെർബും അല്ലാതെ വേറൊരു പാർട്സ് ഓഫ് സ്പീച്ച് പറഞ്ഞേടാ. pronoun, adjective. Yes, very good. Yes. അടുത്തൊരാളെ വിളിച്ചോ സാറേ. ആയിഷ പറയും. ആയിഷ പറയാതെ പിന്നെ ആര് പറയാനാണ്? യെസ്, ആയിഷ കുട്ടി. ആയുഷ്, സോറി, ആയുഷ്. ആയുഷാണ്, സോറി, ആയുഷ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ച് 4 ബാക്കിയുള്ളവർ പറഞ്ഞു. ഇനി ഒരെണ്ണം പറഞ്ഞേ. ഓക്കെ, ഗ്രാമർ ആണ് നമ്മൾ പഠിക്കുന്നത്, അതല്ല പാർട്സ് ഓഫ് സ്പീച്ച്. ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേർക്ക് ഇത് അറിയാം അല്ലെ, വാക്കുകളൊക്കെ അറിയാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും അയ്യോ ഫ്രണ്ട്സിന് അറിയാം ഞങ്ങൾക്ക് അറിയില്ല എന്ന്. പക്ഷെ പേടിക്കേണ്ട മക്കളെ, ഇന്ന് നമ്മള് എല്ലാവരും പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കാൻ പോവാണ്. ഓക്കെ, ഇന്നും അടുത്ത ക്ലാസ്സും കൂടി കഴിയുമ്പോൾ നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇതേപോലെ പറയാൻ പറ്റും, മിസ്സേ നൗൺ ഇതാണ്, പ്രൊനൗൺ ഇതാണ് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അതിനു മുന്നേ മിസ് ഒരു കാര്യം തരാം. മിസ് ഒരു സെന്റൻസ് സ്ക്രീനിൽ തന്നിട്ടുണ്ട്. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ടാട്ടോ എഴുതിയിരിക്കുന്നത്. ഈ ഒരു സെന്റൻസ് മാത്രം ഒന്ന് വായിച്ചേടാ. സാർ ഒരാളെ വിളിച്ചേ, നമുക്ക് സെന്റൻസ് ഒന്ന് ഉറക്കെ വായിപ്പിക്കാം. സിദ്ധാർത്ഥ് വായിക്കും. അതന്നെ, സിദ്ധാർത്ഥ് കൈയൊക്കെ പൊക്കാണ്. പ്ലീസ്. യെസ്. എടാ എന്ത് ബോയാടാ? The little boy runs quickly. Yes, very good, very good. Yes, the little boy runs quickly എന്നുള്ളൊരു സെന്റൻസ് മക്കളെ എല്ലാവരും സ്ക്രീനിൽ കണ്ടിരുന്നു. ഓക്കെ മക്കളെ, ഈ സെന്റൻസിൽ നോക്കി എത്ര വാക്കുകളുണ്ട്? ദാ ഒരു വാക്കാണ്. 1, 2, 3, 4, 5. 5 വാക്കുകൾ ചേർന്ന സെന്റൻസ് ആണ് മിസ് സ്ക്രീനിൽ തന്നിരിക്കുന്നത് അല്ലേ? ആൻഡ് ഈ ഓരോ വാക്കുകൾക്കും ഓരോരോ പേരുകളുണ്ട്. അതൊക്കെ ഓരോരോ ഗ്രൂപ്പിൽ വരുന്ന വാക്കുകളാണവ. അതിനെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഈ ഓരോ വാക്കുകളും ഓരോരോ ഗ്രൂപ്പിൽ വരുന്നതാണ്. മക്കളെ എല്ലാവരും നമ്മൾ ഡേ 1 ദ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മിസ് ഒരാളോട് ചോദിക്കാൻ പോവാണ്. കൃത്യമായിട്ട് നിങ്ങൾ പറയണം ദ എന്ന ആള് ഏത് ഗ്രൂപ്പിൽ വരുന്നതാണെന്ന്. സാറേ ഒരാളെ വിളിച്ചോ. Yes, Hiba. Fatima. Yes, Hiba. Good morning. Unmuted. Okay. Good morning. Good morning. Okay, ഹിബ കുട്ടി ഫസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു ഇംഗ്ലീഷിന്റെ. ഓക്കെ, അന്ന് വേഗം പറഞ്ഞു. നമ്മൾ ദാ പഠിച്ചിട്ടുണ്ട്. ദാ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? ഓർത്തെടുക്കൂ. എ പഠിച്ചു, ആൻ പഠിച്ചു, ദ. ഇവർ 3 പേരും ഒരു ഗ്രൂപ്പിലുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ആ ഗ്രൂപ്പിന്റെ പേരെന്താണ്? ചാറ്റ് ബോക്സിൽ കുറെ പേര് പറയുന്നുണ്ട്. വേഗം പറഞ്ഞോട്ടെ ഹിബക്കുട്ടി. ഉമ്മച്ചി എന്തോ പറഞ്ഞു തന്നുണ്ട്. ഉമ്മച്ചി എന്താ പറയണേ? ഉമ്മച്ചി ചിരിക്കണം. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഹിബക്കുട്ടി ഒന്ന് റിവൈസ് ചെയ്യണം. സാറേ ഹാൻഡ് റൈസ് ചെയ്ത ഒരാളെ വിളിച്ചോ സാറേ. ഉത്തര. യെസ്, ഉത്തര എന്തായാലും ഉത്തരം പറയുന്നു മിസ്സിന് ഉറപ്പാണ്. ഉത്തരക്കുട്ടി ഗുഡ് മോർണിംഗ്. യെസ് മക്കളെ, ദാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതൊന്ന് വേഗം പറഞ്ഞേ. ദാ ഏത് ഗ്രൂപ്പിലാണ്? Article. വെരി ഗുഡ്. അപ്പൊ ഓർത്തെടുക്കാത്ത ആൾക്കാരൊക്കെ ഇത് ഉത്തരം പറഞ്ഞത് ഓർത്തോളൂ. ആർട്ടിക്കിൾ ആണ് നമ്മള് ദാ പഠിച്ചത്. ഓക്കെ സാർ, അടുത്തൊരാളെ വിളിച്ചോ സാറേ. സേറക്കുട്ടി. സേറ ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. ഓക്കെ സേറക്കുട്ടി, നമ്മൾ ആർട്ടിക്കിൾ ദാ പറഞ്ഞു. ദാ കൂടാതെ 2 ആർട്ടിക്കിളും കൂടി നമ്മൾ പഠിച്ചായിരുന്നു. ഒന്ന് ഓർത്തെടുത്തേ. എയും ആനും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് 3 ആർട്ടിക്കിൾസ് ആണ് ഉള്ളതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എ, ആൻ, ദ. അപ്പൊ നമുക്ക് ദ എന്താണെന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ലിറ്റിൽ എന്താണെന്നോ, ബോയ് എന്താണെന്നോ, റൺ എന്താണെന്നോ, ക്വിക്ലി എന്താണെന്നോ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇവരുടെയൊക്കെ പേരുകൾ എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലാടെ മക്കളെ. സോ നമ്മൾ ഇവരുടെയൊക്കെ പേര് പഠിക്കാൻ പോകുന്നതിന് മുന്നേ മിസ് നേരത്തെ പറഞ്ഞ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് ഉള്ളത് നിങ്ങൾ ഈ ഡെഫിനിഷൻ ഒന്ന് ബുക്കിലേക്ക് എഴുതിയെടുക്കണേ. കാരണം അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തായിരിക്കും, ഇത് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. പഠിപ്പിച്ചത് മാത്രം ഉണ്ടാവുള്ളൂ, ബുക്കിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോ.
speech are groups of words. മിസ് നേരത്തെ പറഞ്ഞ പോലെ വേർഡ്സിന്റെ ഒരു ഗ്രൂപ്പാണ്. ആരാണ് സാർ എഴുതാതിരിക്കുന്നത്? അത് ആദിദേവേ. ആദിദേവേ മിസ് എഴുതാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് എഴുതുക. മിസ് ഇപ്പൊ ചോദിക്കും സ്ക്രീനിൽ ബുക്ക് കാണിക്കാൻ കേട്ടോ. എഴുതിക്കോ. എഴുതിയെടുത്തിട്ട് വേണം മിസ്സിന് പറയാൻ. യെസ്. ഓക്കെ. സ്പീച്ച് ആർ ഗ്രൂപ്സ് ഓഫ് വേർഡ്സ്. വേർഡ്സിന്റെ ഒരു ഗ്രൂപ്പാണ്. ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഡ്യൂട്ടി. മക്കളെ ഓരോ വേർഡ്സിനും ഓരോരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ നമുക്ക് ഓരോരോ ജോലികളില്ലേ, നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഓരോരോ ജോലികൾ ഉള്ള പോലെ തന്നെ ഓരോ വേർഡ്സിനും ഓരോരോ ജോലികളുണ്ട്. ഓക്കെ. ഓരോ വേർഡ്സിനും ഓരോരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ നേരത്തെ കണ്ടു ദായുടെ ഡ്യൂട്ടിയാണ് എന്താണ്? ആർട്ടിക്കിൾ ആയിട്ട് ജോലി ചെയ്യുക എന്നുള്ളതാണ് ദായുടെ ഡ്യൂട്ടി. ഓക്കെ. അതേപോലെ ഓരോ വേർഡ്സിനും ഓരോരോ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. മക്കളെ ടോട്ടൽ നിങ്ങൾ മനസ്സിലാക്കുക, ടോട്ടൽ 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ഉള്ളത്. 8 പാർട്സ് ഓഫ് സ്പീച്ച്. 8 പാർട്സ് ഓഫ് സ്പീച്ച് ആർ ദെയർ. ഓക്കെ. 8 പാർട്സ് ഓഫ് സ്പീച്ച് ആർ ദെയർ. ഒന്ന് എഴുതി കഴിയുമ്പോൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണോട്ടെ മക്കളെ. നമ്മൾ പഠിക്കാൻ പോവാണ്. ഓരോ വേർഡ്സിന്റെയും ഡ്യൂട്ടി എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ. ഇങ്ങനെയല്ല, നിങ്ങൾ മറ്റേ അവിടെ ഉണ്ടാവില്ലേ ഒരു ഇമോജി ഉണ്ടാവില്ലേ, ആ റിയാക്ഷനിൽ ചെയ്യാം കേട്ടോ. അപ്പോഴേ മിസ്സിന് ഇവിടെ കാണാൻ പറ്റുള്ളൂ. യെസ്. ഓ യെസ്. എല്ലാവരുടെയും കഴിഞ്ഞു എന്നാണ് പറയണേ. പാർട്സ് ഓഫ് സ്പീച്ച് ആർ ഗ്രൂപ്സ് ഓഫ് വേർഡ്സ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ ഫംഗ്ഷൻസ് ഇൻ എ സെന്റൻസ്. ഓക്കെ. കഴിഞ്ഞു. യെസ്. കഴിയാത്തവരൊന്ന് വേഗം എഴുതിയെടുത്തോ. യെസ്. ഓക്കെ. സെറ്റ്. ചെറിയ സെന്റൻസ് ആണ്, ഇനിയും എഴുതി ടൈം കളയണ്ട. അപ്പൊ മക്കളെ മിസ് പറഞ്ഞു 1-8 എന്നുള്ളതും കൂടി അതിന്റെ നേരെ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ബ്രാക്കറ്റിൽ 8 എന്നുള്ളതും കൂടി ഇട്ട് വെച്ചോ. കാരണം അടുത്ത ദിവസം ചോദിക്കുമ്പോ മിസ് എത്ര പാർട്സ് ഓഫ് സ്പീച്ച് ആണ് എന്ന് ഓർമ്മ വരില്ല. 8 പാർട്സ് ഓഫ് സ്പീച്ച് ആർ ദെയർ. 8 എണ്ണം ഉണ്ട് കേട്ടോ. 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണ് നമുക്കുള്ളത്. യെസ്. ഓക്കെ. സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ പാർട്സ് ഓഫ് സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ നമുക്ക് ഈ ദാ ലിറ്റിലൊക്കെ അതിന്റെയൊക്കെ ഡ്യൂട്ടി എന്താണെന്ന് നോക്കാം. നിങ്ങൾ പറഞ്ഞ പോലെ ആരാ പറഞ്ഞത് അത്? ഓക്കെ. ആരോ പറഞ്ഞു ദാ എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞു. നോക്കിക്കോ, ദാ ആർട്ടിക്കിൾ ആണ്. ലിറ്റിൽ അഡ്ജക്റ്റീവ് ആണ്. ബോയ് നൗൺ ആണ്. റൺസ് വേർബ് ആണ്. ക്വിക്ലി അഡ്ജക്റ്റീവ് ആണ്. ഇതൊന്നും എഴുതിയെടുക്കണ്ട. ഇത് നമ്മൾ ഈ പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ഒറ്റയ്ക്ക് നിങ്ങൾ അവസാനം ആവുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ കണ്ടുപിടിക്കാം. മിസ് ഇത് നൗൺ അല്ലേ, ഇത് റൺ എന്ന് പറയുന്നത് വെർബ് അല്ലേ എന്നൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് പറയും. പക്ഷെ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മള് ഫസ്റ്റ് കാറ്റഗറി, ഫസ്റ്റ് പാർട്സ് ഓഫ് സ്പീച്ചിലേക്ക് എത്തി. ഒന്നാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് നൗൺ ആണ്. നൗൺ. ഒന്ന് ടൈറ്റിൽ കൊടുത്തേടാ നൗൺ എന്ന്. നൗൺ അത് മാത്രം എഴുതിയാൽ മതിയെ, വേറെ ഒന്നും ഇപ്പൊ എഴുതണ്ട. ഒന്നാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് നൗൺ ആണ്. ആണോ? ദേ സാറ് ഇവിടെ പോയിട്ടുണ്ടെന്നാ പറയണേ. ദേ ചിൽഡ്രൻസ് പാർക്ക് കണ്ടോ നിങ്ങൾ അവിടെ? സാറ് അവിടെ ആയിരുന്നു പണ്ട് ക്ലാസ്സിൽ പോവാറില്ലേ അപ്പൊ സാറ്? വൈകിട്ട് സാർ അവിടെ പാർക്കിൽ പോയിട്ടേ വരുള്ളൂ എന്നാ പറയണേ. യെസ്. ഓക്കെ. അംബേദ്കർ പാർക്കാണ്. യെസ്. ഓക്കെ. അപ്പൊ സാറേ ഒരാളെ വിളിച്ചോട്ടോ. യെസ്. മെൽവിൻ. ഗുഡ് മോർണിംഗ്. മെൽവിൻ കേട്ടിട്ടുണ്ടോ? നൗൺ എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോടാ? കേട്ടിട്ടുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ട്. അപ്പൊ അറിയോ എന്താണ് നൗൺ എന്ന് അറിയാമോടാ? ഇപ്പോ നൗണാണിത്. NOUN നൗൺ. അറിയില്ല. ഓക്കെ. കുഴപ്പമില്ല. അപ്പൊ നമ്മള് മെൽവിന് പോലെ തന്നെ അറിയാത്ത ഒരുപാട് മക്കൾക്ക് വേണ്ടി നമ്മളത് പഠിക്കാൻ പോവാണ് മക്കളെ. നൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. നൗണിലും N ഉണ്ട്, നെയിമിലും N ഉണ്ട്. നൗണിലും N ഉണ്ട്, നെയിമിലും N ഉണ്ട്. സോ നൗൺ എന്ന് പറഞ്ഞാൽ നെയിമിംഗ് വേർഡ് ആണ്. എന്താണ് നൗൺ എന്ന് പറഞ്ഞാൽ?
നെയ്മിങ് വേർഡ്. അതിപ്പോ ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെ പേര് വിളിച്ചാൽ ആ പേര് നൗണാണ്. ഓക്കെ, ഒരാളുടെ പേര് വിളിച്ചാൽ ആ പേര് നൗണാണ്. അതല്ല, ഞാൻ കോമൺ ആയിട്ട് ഗേൾ എന്ന് പറഞ്ഞാൽ അത് നൗണാണ്, കാരണം അത് ഗേളിനെ വിളിക്കുന്ന പേരല്ലേ ഗേൾ എന്നുള്ളത്, അത് നൗണാണ്. ബോയ് എന്ന് പറഞ്ഞാൽ അത് നൗണാണ്. ഇനി മിസ് ഒരു സ്ഥലത്തിന്റെ പേര് പറയാണ്, കൊച്ചി, എറണാകുളം എന്നുള്ളൊരു സ്ഥലത്തിന്റെ പേര് പറയുകയാണെങ്കിൽ അത് നൗണാണ്. അതല്ല, മിസ് പിക്ചറിൽ തന്നിരിക്കുന്ന പോലെ പാർക്ക് എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥലമല്ലേ, നിങ്ങൾ കളിക്കാൻ പോകുന്ന സ്ഥലമല്ലേ പാർക്ക് എന്ന് പറയുന്നത്, അത് നൗണാണ്. ഇനി പിക്ചറിൽ മിസ് ഒരു ടീച്ചർ തന്നിട്ടുണ്ട്, ടീച്ചർ എന്ന് പറയുന്നതും നൗണാണ്. നമ്മളത് വിളിക്കുന്ന പേരല്ലേ, ടീച്ചർ എന്നുള്ളത് വിളിക്കുന്ന പേരല്ലേ, അതും നൗണാണ്. ഇനി മിസ് ഒരു ബുക്ക് തന്നിട്ടുണ്ട്, ഓക്കെ, ആ ബുക്കും നൗണാണ്, കാരണം ഒരു സാധനത്തിന്റെ പേരാണ്. ഇനി മിസ്സിന്റെ കയ്യിൽ ഒരു പെണ്ണുണ്ട്, അതും നൗണാണ്. മിസ്സിന്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട്, അതും നൗണാണ്, കാരണം അത് ഓരോ സാധനങ്ങളുടെ പേരാണ്. സോ നൗൺ എന്ന് പറയുന്നത് നെയ്മിങ് വേർഡ് ആണ്. ഓക്കെ, നൗൺ എന്ന് പറയുന്നത് എങ്ങനെ ആലോചിക്കണം നിങ്ങൾ? ആ എന്നും ആലോചിച്ചാൽ മതി. നൗൺ എന്ന് പറഞ്ഞാൽ നെയ്മിങ് വേർഡ് ആണ്. എന്തിന്റെയും ആയിക്കൊള്ളട്ടെ, സ്ഥലത്തിന്റെ ആയിക്കൊള്ളട്ടെ, ആളുടെ ആയിക്കൊള്ളട്ടെ, എന്തിന്റെയെങ്കിലും പേരാണെങ്കിൽ അത് നൗൺ ആണ്. അങ്ങനെയാണെങ്കിൽ സാർ ഒരാളെ വിളിച്ചേ. ഓക്കെ, അദ്രിക രതീഷ്. ഓക്കെ, അദ്രിക രതീഷ്. പേടിക്കണ്ട. ഓക്കെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തോടാ. അൺമ്യൂട്ട് ചെയ്തോടാ. ആ യെസ്, ഗുഡ് മോർണിംഗ്. Good morning. ഓക്കെ, മോന്റെ അടുത്തിരിക്കുന്ന ഒരു നൗൺ മിസ്സിന് കാണിച്ചു തന്നെ. നൗണ് അതായത് ഇതേപോലെ മിസ് ഇപ്പൊ പെൻ നൗൺ ആണ്, ഫോൺ നൗൺ ആണ്, അങ്ങനെ ഒരു നൗൺ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്, എങ്ങും പോകണ്ട. ആ യെസ് 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 യെസ്, ബോക്സ് ആണ് നമ്മളെ കാണിച്ചു തരുന്നത്. അദ്രിക കുട്ടി ബോക്സ് കാണിച്ചു തന്നു, കറക്റ്റ് ആണ്. ബോക്സ് ഒരു സാധനത്തിന്റെ ബോക്സ് എന്നുള്ളത് പേരല്ലേ, അത് നൗണാണ്. യെസ് സാർ, അടുത്തൊരാളെ വിളിച്ചോ സാറേ. ആ ദിയ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടല്ലേ സാറേ. യെസ് ദിയ, ഗുഡ് മോർണിംഗ്. Good morning. യെസ്, നൗണിന് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു കാര്യം കാണിച്ചു തന്നേടാ. അടുത്തിരിക്കുന്ന ഒരു കാര്യം, നൗണിന് എക്സാമ്പിള് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, ദൂരെ ഒന്നും പോകണ്ട കേട്ടോ. യെസ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ് ദിയ കുട്ടി. നമ്മൾ കാണിച്ചു തന്നിരിക്കുന്നത് അടുത്തിരിക്കുന്ന ഒരു ബുക്കാണ്. ബുക്ക് എന്ന് പറയുന്നത് നൗൺ ആണ്, ഒരു കാര്യത്തിന്റെ പേരാണ്. വെരി ഗുഡ് സാർ, അടുത്തൊരാളെ വിളിച്ചോ. വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. വെരി ഗുഡ് ദിയ. നിവേദ് കൃഷ്ണ, ആ വെറൈറ്റി ഉണ്ടോ? യെസ്, നിവേദ് കൃഷ്ണ നോക്കിയേ, ചായ കുടിക്കുന്ന ഗ്ലാസ് ആണോടാ അത്? ആ യെസ് യെസ്, നിവേദ് കൃഷ്ണ നമ്മളെ കാണിച്ചു തന്നത് ദേ സ്ക്രീനിൽ കാണാം, ഗ്ലാസ് ഒക്കെ പിടിച്ചിരിക്കുകയാണ്. ഗ്ലാസ് എന്ന് പറയുന്നത് നൗൺ ആണ് അല്ലേ, നമ്മൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നത് ഗ്ലാസ് എന്ന് പറയുന്നത് നൗൺ ആണ്. യെസ് സാർ, അടുത്തൊരാളെ വിളിച്ചു സാറേ. അക്ഷരക്കുട്ടീനെ വിളിക്കാം. അക്ഷരക്കുട്ടി, ഗുഡ് മോർണിംഗ് അക്ഷരക്കുട്ടി. ആ യെസ്, അക്ഷരക്കുട്ടി ഹെഡ്സെറ്റ് ആണ് നമ്മൾ കാണിച്ചത്. അതും നൗൺ ആണ്, കാരണം അതൊരു സാധനത്തിന്റെ പേരല്ലേ. യെസ്, അതും നൗൺ ആണ്. യെസ് സാർ, അടുത്തൊരാളെയും കൂടി വിളിക്കാം. വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോടാ അടുത്ത്? ഓടി ഒന്നും പോകണ്ട, അടുത്ത് എന്തെങ്കിലും ഉണ്ടോടാ? വെറൈറ്റി അവിടെ ഒരു ഫ്ലവർ വാസ് കാണിക്കുന്നുണ്ട് സാറേ. ആരാണത്? ദുർഗ. ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് ആ ഇപ്പുറത്ത് നോക്കിയേ. ആ ഓക്കെ, ദുർഗക്കുട്ടി. ദുർഗക്കുട്ടീനെ കാണാട്ടോ. യെസ്, ദുർഗക്കുട്ടി കാണിച്ചിരിക്കുന്നു. നോക്കിയുടെ മക്കളെ എല്ലാവരും. ഫ്ലവർ വാസ് എന്ന് പറയാൻ പറ്റില്ല. എന്താണ് ദുർഗ അത്? ദുർഗ സാറ് വയ്ക്കണ പാലമരമാണോ ഒന്ന്? ഓ മൈ ഗോഡ്. ഓക്കെ 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 ഓക്കെ, ദുർഗ അത് എന്താണത്? ഫ്ലവർ വൈസ് എന്ന് പറയാല്ലേ നമുക്ക്, അല്ലെങ്കിൽ ആ യെസ് യെസ്. അപ്പൊ അതൊരു നൗൺ ആണ്, അതൊരു കാര്യമല്ല, അപ്പൊ അതിന്റെ പേരാണ്, അപ്പൊ അതൊരു നൗൺ ആണ്. യെസ് യെസ് യെസ്. ഇനി എന്തെങ്കിലും ഉണ്ടാടാ മക്കളെ? വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാടാ? ബുക്ക് വെറൈറ്റി എന്തോ എനിക്ക് എന്തോ കഴിക്കാനൊക്കെ തരുന്നുണ്ട് സാറേ, എന്താണത്? ആ ഓക്കെ 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 ഓക്കെ. എടാ നിങ്ങൾ നൗണൊക്കെ കാണിക്കണ കണ്ടിട്ടേ വിപിൻ സാറൊക്കെ ഇവിടെ റെഡി ആയിട്ട് നൗൺ കാണിക്കുന്നോ എന്നൊക്കെ ചോദിച്ച് സാർ എന്തോ പറയാനായിട്ടൊക്കെ വരുന്നുണ്ട് നിങ്ങളുടെ നൗണൊക്കെ കണ്ടിട്ട്. പിള്ളേരൊക്കെ നല്ല നൗണൊക്കെ കാണിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും നൗണൊക്കെ വെച്ച് റെഡി ആയിട്ടിരുന്നു കേട്ടോ. ഓക്കെ, എങ്ങനെ പേരുകള്? യെസ്, പേര് എന്തിന്റെ പേരുമാകാം അല്ലേ?
സ്ഥലത്തിന്റെ പേരാകാം, ആളുടെ പേരാകാം, ബോയ് എന്ന് പറഞ്ഞാൽ, ഗേൾ എന്ന് പറഞ്ഞാൽ, ടീച്ചർ എന്ന് പറഞ്ഞാൽ, ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്തിന്റെ പേരുമാകാം നൗൺ. ഓക്കെ, വെരി ഗുഡ്. സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ മക്കളെ വേഗം ഈ ഒരു കാര്യം കൂടി എഴുതിയെടുത്തോളൂ കേട്ടോ. വേഗം ഈ ഒരു കാര്യം കൂടി എഴുതിയെടുത്തേടാ. ആ ഡെഫിനിഷൻ എഴുതിക്കോ. നൗൺ എന്ന് നിങ്ങൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ അടിയിൽ ആ ഡെഫിനിഷൻ കൂടി എഴുതി വെച്ചോ. എ വേർഡ് ദാറ്റ് നെയിംസ് എ പേഴ്സൺ, ഒരാളുടെ പേര്, പ്ലേസ്, സ്ഥലത്തിന്റെ പേര്, തിങ്, സാധനത്തിന്റെ പേര്, ഓർ ഐഡിയ. ഐഡിയ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള കുറെ കാര്യങ്ങൾ, നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ, അതായത് ഹാപ്പിനെസ്, ലവ്, സാഡ്നെസ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ ഐഡിയാസ് ആണ്. അതുമാകാം, അതൊക്കെ ഒരു പേരല്ല ഐഡിയയുടെ പേര്. സോ എന്തിന്റെ പേരാണെങ്കിലും, അനിമലിന്റെ പേരാണെങ്കിലും ഇതെല്ലാം നൗൺ ആണ്. അപ്പൊ മക്കള് വേഗം ഡെഫിനിഷൻ ഒന്ന് എഴുതിയെടുത്തോ കേട്ടോ. ഓക്കെ, ഡെഫിനിഷൻ ഒന്ന് എഴുതിയെടുത്തോ വേഗം. ഇവിടെ വരെ അത്ര എഴുതിയെടുത്താൽ മതി. എക്സാമ്പിള് അത് കൃത്യമായിട്ട് എഴുതണം എന്നില്ല കേട്ടോ. വേണമെങ്കിൽ ഒരു എക്സാമ്പിളോ 2 എക്സാമ്പിളോ എഴുതിയാൽ മതി. എല്ലാം എഴുതണം എന്നില്ല. മിസ് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നതാണ്. പേഴ്സൺ എന്ന് പറയുമ്പോൾ, പേഴ്സന്റെ പേരെന്ന് പറയുമ്പോൾ ടീച്ചർ ഒരാളുടെ പേരാണ്, കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ്. റിയ എന്ന് പറയുമ്പോൾ ഒരാളുടെ പേരാണ്. ഇനി പ്ലേസ് എന്ന് പറയുമ്പോൾ സ്കൂള് എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന ഒരു സ്ഥലമാണ്. പാർക്ക് നമ്മൾ പോകുന്ന ഒരു സ്ഥലമാണ്. ഇനി തിങ്ങിന്റെ പേരെന്ന് പറയുമ്പോൾ ബുക്കാകാം, പെന്നാകാം, എന്തുമാകാം, പെൻസിലാകാം. ഇനി ഐഡിയ എന്ന് പറയുമ്പോൾ ഹാപ്പിനെസ് ആവാം, ലവ് ആകാം. എല്ലാം എഴുതണം എന്നില്ല, പേരാണെന്നൊന്ന് മനസ്സിലാക്കി ഇരുന്നാൽ മതി. 1-2 എക്സാമ്പിൾ എഴുതിക്കോ കേട്ടോ. ഓക്കെ ഓക്കെ, എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടോടാ മക്കളെ. ഫിനിഷ് റൈറ്റിംഗ്. ഫിനിഷ് റൈറ്റിംഗ് ആയിട്ടുള്ള ആളൊന്ന് വിളിച്ചേ മിസ് സാറേ. ആർദ്ര കുട്ടി. യെസ്, ആർദ്ര ജി മേനോൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മക്കളെ. മിസ് അവസാനം ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, ഒന്ന് വായിച്ചേടാ സെന്റൻസ്. വെരി ഗുഡ്. അതിലെ നൗൺ ഒന്ന് കണ്ടുപിടിച്ചേ. ആ മിസ് അത് യെല്ലോ കളറിൽ തന്നിട്ടുണ്ടല്ലേ. അതുകൊണ്ടാണോ പറഞ്ഞ, അല്ലാതെ കണ്ടുപിടിച്ചതാണോ? അല്ലാതെ കണ്ടുപിടിച്ച സാർ എന്തിനാ ചിരിക്കണം? അല്ലാതെ കണ്ടുപിടിച്ചതാണ്. യെസ്, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ മക്കളെ. അപ്പൊ ഒരു സെന്റൻസിൽ തന്നെ 2 പ്രാവശ്യമൊക്കെ നൗൺ വരാട്ടോ. ഇപ്പൊ ഇത് നോക്കിയേ, ഡോഗ് ഒരു അനിമലിന്റെ പേരാണ്, ഗാർഡൻ ഒരു സ്ഥലത്തിന്റെ പേരാണ്. സോ അത് രണ്ടും നൗൺ ആണ്. ഓക്കെ മക്കളെ. യെസ് 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 യെസ്. അപ്പൊ ഏകദേശം ഇത് എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മക്കൾ എല്ലാവരും സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിക്കോ. മിസ് ഇതേ നോക്കിയേ, ഒരു പസിൽ രൂപത്തില് നോക്കി ഒരു പസിൽ തന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് വേർഡ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് വേർഡ്സ് ഉണ്ട്. നൗൺ അല്ലാത്ത വേർഡ്സ് ഉണ്ട്, നൗൺ ആയ വേർഡ്സ് ഉണ്ട്. പക്ഷെ നമുക്കിപ്പോ കണ്ടുപിടിക്കേണ്ടത് നൗണിനെ മാത്രം ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, നൗണിനെ മിസ് ഒരു 5 സെക്കൻഡ്സ് 10 സെക്കൻഡ്സ് തരാം, കാരണം അതിൽ അത്ര അധികം നൗൺ ഉണ്ട്. വേഗം ഒന്ന് കണ്ടുപിടിച്ചേടാ. മിസ് ഓരോരുത്തരെയും വിളിക്കും. പറഞ്ഞ നൗൺ പിന്നെ പറയരുത്, റിപ്പീറ്റ് ചെയ്ത് പറയാൻ പാടില്ല. വേഗം ഒന്ന് കണ്ടുപിടിച്ചോ. യെസ് യെസ്, കൂടുതൽ പറയുന്നവർ. പക്ഷെ ഒരാളെ തന്നെ അപ്പൊ എല്ലാവർക്കും കിട്ടും സാറേ പെട്ടെന്ന്. നമുക്ക് നോക്കാം ആരാണ് ഏറ്റവും ആദ്യം ഹാൻഡ് റൈസ് ചെയ്യുന്നതെന്നും. ഓക്കെ, ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, സമ്മാനമുണ്ട്. സാറ് സ്പെഷ്യൽ സമ്മാനം തന്നെ ഉണ്ടെന്നാ പറയണേ. ഓക്കെ ഓക്കെ, സമ്മാനമുണ്ട്. ശരിയാണ്, സമ്മാനമുണ്ട്. യെസ്, സമ്മാനം ഉണ്ടേ. കണ്ടുപിടിച്ചു. 10 സെക്കൻഡ്സ് ഓവർ. എപ്പോഴേ കഴിഞ്ഞു 10 സെക്കൻഡ്സ്. ദേ സാറ് സമ്മാനം തരാൻ പോണ്ട്. എന്തോ സമ്മാനം ഉണ്ട് കേട്ടാ കാര്യമായിട്ട്. ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ? ആ, കഴിച്ചിട്ടില്ല. അപ്പൊ അമ്മനോട് പറഞ്ഞോ വേണ്ടാന്ന്. സാർ എന്തോ തരാൻ പോണ്ട്. ഓക്കെ 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 ഓക്കെ, സെറ്റ്. അപ്പൊ സാറേ നമുക്ക് വിളിച്ചു തുടങ്ങാം. യെസ്, അങ്ങനെയാണെങ്കിൽ ചൈതന്യക്കുട്ടിയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചൈതന്യക്കുട്ടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ചൈതന്യക്കുട്ടി. ഓക്കെ, ചൈതന്യക്കുട്ടി. ഗുഡ് മോർണിംഗ് ചൈതന്യ. ഓക്കെ, ചൈതന്യക്കുട്ടിനെ കണ്ടോ എല്ലാവരും? ചൈതന്യാണ് നമ്മുടെ ഫസ്റ്റ് നൗണിനെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒരുപാട് പേര് കണ്ടുപിടിച്ചു. ആദ്യം മിസ് ചോദിക്കുന്നത് ചൈതന്യനോടാണ്. വേഗം പറഞ്ഞോ. ഹാപ്പി ചിൽഡ്രൻ പ്ലേ. എല്ലാം പറയണ്ട, നൗൺ മാത്രം പറയാ. ചിൽഡ്രൻ. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ നമ്മുടെ മിസ് ഇതിൽ മാർക്ക് ചെയ്യാട്ടോ. അതെ, ചൈതന്യക്കുട്ടി കണ്ടുപിടിച്ചിരിക്കുന്നത് ചിൽഡ്രൻ എന്ന് പറയുന്ന നൗണാണ്.
നിങ്ങൾ നോക്കിക്കോ, ദേ ഇതാണ് ചിൽഡ്രൻ എന്ന് പറയുന്ന നൗൺ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അതാരും റിപ്പീറ്റ് ചെയ്യണ്ട കേട്ടോ. അത് ചൈതന്യക്കുട്ടി കണ്ടുപിടിച്ചു. അപ്പൊ ചൈതന്യാണ് ആദ്യത്തെ ആള്. സമ്മാനം ഉണ്ടോ സാറേ? എല്ലാവർക്കും ലാസ്റ്റ് സമ്മാനം തരാം. ഓക്കെ ഓക്കെ, ലാസ്റ്റ് സമ്മാനം തരാം. ഓക്കെ, സെറ്റ്. അടുത്ത ആളെ വിളിക്കാം സാറേ നമുക്ക്. പാർത്ഥിവ്. പാർത്ഥിവേ പ്രോപ്പർ ആയിട്ട് ഇരിക്കാൻ കണ്ടോ? പാർത്ഥിവിന്റെ ഇവിടെ വരെ കാണുന്നുള്ളൂ, നിങ്ങൾ കണ്ടില്ലേ? ബുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. യെസ്, ഓ ഉത്തരം പറഞ്ഞോ. ദാ നൗൺ ആണോ സാറേ? പാർത്ഥിവിന് സമ്മാനം വേണം. ദാ നൗൺ ആണോടാ? ദാ എന്താണ്? അഡ്ജക്റ്റീവ് ആണോടാ? ദാ നമ്മൾ ആദ്യം പഠിച്ചതാണ്. ദാ എന്താണ്? അല്ലടാ, ദാ അഡ്ജക്റ്റീവ് അല്ല. ദാ എന്താണ്? അടുത്തൊരാളെ വിളിച്ച സാറേ. ഇതിന് ഇനി വേണ്ട മിസ്സിന് ഉത്തരം. ദാ എന്താണെന്നാണ് കേട്ടോ മിസ്സിന് ഉത്തരം. പാർത്ഥിവ് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്. ഇതെങ്ങനെ അഡ്ജക്റ്റീവ് ആയേ? യെസ് സാർ, അടുത്തൊരാളെ വിളിച്ചോ സാറേ. ശിവാനി കുട്ടീനെയാണ് വിളിക്കാൻ പോകുന്നത്. ശിവാനി അൺമ്യൂട്ട് ചെയ്തോ കേട്ടോ, അൺമ്യൂട്ട് ചെയ്തോ. ആ യെസ്, ഓക്കെ. ശിവാനി കുട്ടി ഗുഡ് മോർണിംഗ്. ആ ഓക്കെ, ഇത് ശിവാനി കുട്ടി പറയാൻ പോണ ദാ എന്താണെന്ന് പറഞ്ഞാ മതി. ദാ എന്താണ്? ആർട്ടിക്കിൾ. വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു ആ മോന് മാറിപ്പോയതാണ് അല്ലേ? അഡ്ജക്റ്റീവ് എന്ന് മാറി പറഞ്ഞതാണ്, ആർട്ടിക്കിൾ ആണ്. ഓക്കെ, വെരി ഗുഡ്. അത്രയും മതി. വെരി ഗുഡ്. സാർ അടുത്തൊരാളെ വിളിച്ചോ സാറേ. അടുത്ത് നമുക്ക് വിളിക്കാം ലക്ഷ്മി. യെസ്, ലക്ഷ്മി കുട്ടി. കണ്ടേ, കുട്ടി വിളിച്ചപ്പോ ചേരണത് ലക്ഷ്മിക്കാണല്ലേ. ലക്ഷ്മി കുട്ടി ഗുഡ് മോർണിംഗ്. ഓക്കെ, ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ നൗൺ ഫ്രം ദ പസിൽ. പാർക്ക് ഉണ്ടെന്നാ പറയണേ. പാർക്ക് മിസ് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടും. നോക്കട്ടെ കേട്ടോ മിസ് സ്ക്രീനിൽ. അങ്ങനെയല്ല, മിസ് ഇങ്ങനെ സ്ക്രീനിൽ കാണുമ്പോ യെസ്, പാർക്ക് കറക്റ്റ് ആൻസർ ആണ്. മിസ് ഇവിടെ എഴുതി വെച്ചേക്കാം. എഴുതി വെച്ചേക്കാം. എന്നിട്ട് മിസ് മാർക്ക് ചെയ്തോളാം കേട്ടോ. എഴുതി വെച്ചേക്കാം, എന്നിട്ട് മിസ് മാർക്ക് ചെയ്തോളാം. പാർക്കുണ്ട്. യെസ്, കറക്റ്റ് ആണ്. മിസ് കണ്ടുപിടിക്കുമ്പോ മാർക്ക് ചെയ്തോളാം. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. യെസ്, പാർക്ക് കറക്റ്റ് ആൻസർ ആണ്. യെസ്, അടുത്ത ആളെ വിളിച്ചോ സാറേ. വിളിക്കുന്ന പറഞ്ഞു സാർ, എല്ലാവരും വിളിക്കും. ഓക്കെ, അടുത്ത കാശിനാഥ്. യെസ്. ഓക്കെ, കാശി. ആ ഗുഡ് മോർണിംഗ്. എന്നാ വേഗം നൗൺ കണ്ടുപിടിച്ചോ. ബോയ്. യെസ്, അത് മിസ് കണ്ടു. യെസ്, ദേ നിൽക്കുന്നു ബോയ് കറക്റ്റ്. ഓ മിസ് ഇത് ഓക്കെ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, ബോയ് കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് ആണ് ബോയ് എന്ന് പറഞ്ഞത്. ബോയ് കറക്റ്റ് ആണ്. കറക്റ്റ് ആൻസർ. യെസ്, വെരി ഗുഡ്. ചിൽഡ്രൻ, പാർക്ക്, ബോയ്. യെസ്, നെക്സ്റ്റ് കുറെ ഉണ്ട് കേട്ടോ. 11 നൗൺസ് ഉണ്ട്. 11 നൗൺസ്. പക്ഷെ എല്ലാം കണ്ടുപിടിക്കണ്ട, നമുക്ക് ടൈം അനുസരിച്ച് നമുക്ക് നോക്കാം. യെസ്, ഹരിനന്ദൻ. അയ്യോ, ഹരിനന്ദൻ ഹാപ്പി ആയോ? ഗുഡ് മോർണിംഗ്. അൺമ്യൂട്ട് ചെയ്യ്. ഹായ്, ഗുഡ് മോർണിംഗ്. എന്നാ വേഗം ഒരു നൗണിനെ കണ്ടുപിടിച്ച് ഇതിന്റെ ഉള്ളിൽ നിന്ന്. ഫ്രണ്ട് കറക്റ്റ് ആൻസർ ആണ്. ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. കറക്റ്റ് ആൻസർ ആണ് മക്കളെ. ഇതേ കിടക്കുന്നു ഫ്രണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപാട് പേര് ഫ്രണ്ടിനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. മിസ് പാർക്കും കൂടി ഇവിടെ കണ്ടുപിടിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പാർക്ക്. ഇല്ലില്ല, നേരത്തെ പാർക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. യെസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്തൊരാളെയും കൂടി വിളിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് മിസ് അടുത്ത ടൈം ചാൻസ് തരാം കേട്ടോ. അടുത്തൊരാളെ കൂടി വിളിക്കാം. കാരണം 7:16 ആയി. ബ്രേക്ക് വേണ്ടേ നിങ്ങൾക്ക്? യെസ്. അതിനുള്ള ഭാഗ്യം ഋതിക്കാണ്. ഋതി എന്തോ അവിടെ നിന്ന് എടുക്കാൻ പോയതാണ്. കയ്യിൽ എന്താ ഋതി ഇരിക്കുന്നേ? ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇതിന്ന് ഒരു നൗണിനെ കണ്ടുപിടിച്ചോ. പ്ലേ എന്ന് പറയുന്നത് ഒരു കാര്യത്തിന്റെ മീൻസ് അതൊരു ആക്ഷൻ അല്ലേ? അതൊരാളുടെ പേരായിട്ട് പറയാമോ? എന്തിന്റെങ്കിലും സാധനത്തിന്റെയോ സ്ഥലത്തിന്റെയോ ആളുടെയോ അല്ലല്ലോ. അതൊരു ആക്ഷൻ ആവുമ്പോൾ നമ്മൾ അടുത്തത് പഠിക്കും. ആക്ഷൻ വരുന്നത് വെർബാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരെണ്ണം കൂടി പറഞ്ഞു, ഒരു ചാൻസും കൂടി തരാം.
ഹാപ്പി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഹാപ്പിനെസ് മിസ് എക്സാമ്പിൾ കണ്ടിട്ടുണ്ടായി. ഹാപ്പി അല്ല, എന്താണ്? ഹാപ്പിനെസ് ആണ് കേട്ടോ. ഹാപ്പിനെസ്, നെസ്സും കൂടി വേണം. ഓക്കെ, ഹാപ്പിനെസ്. ഓക്കെ, അതെന്താ ഹാപ്പി ആവാത്തെന്നുള്ളത് മിസ് നേരത്തെ അടുത്തൊരു ക്ലാസ് വരുമ്പോൾ പറയാം കേട്ടോ. അത് അഡ്ജക്റ്റീവ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. ഓക്കെ, സെറ്റ് കറക്റ്റ് ആണ്. ഓക്കെ സാറേ, അടുത്തൊരാളെ വേണമെങ്കിൽ ഒരാളെ കൂടി വിളിക്കാം, ഒരാളെ കൂടി വിളിക്കാം. യെസ്, ആ ഭാഗ്യം ആർക്കാണെന്ന് നോക്കട്ടെ. ആരാ ഏറ്റവും നല്ല ചാറ്റയ്ക്കാണ് അടുത്തത് വിളിക്കാൻ പോകുന്നത്? ടാറ്റ കാണിക്കാതെ കുറെ മടിയന്മാർ ഇരിക്കുന്നുണ്ട്, വിളിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട്. യെസ് 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 യെസ്. ഓക്കെ ഓക്കെ, ശ്രേഷക്കുട്ടി നെറ്റ് ഇഷ്യൂ ഉണ്ടോ ശ്രേഷക്കുട്ടിക്ക്? യെസ്, ഗുഡ് മോർണിംഗ്. ആരാണ് സാറേ? ആ, ശ്രേഷ. ഓക്കെ, സാറ് പേര് തെറ്റിച്ചു വിളിച്ചു. ഓക്കെ 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 ഓക്കെ. ആ, അയ്യോ നെറ്റ് ഇഷ്യൂ ഉണ്ട്, നെറ്റ് ഇഷ്യൂ ഉണ്ട്. സോറിയടാ നെറ്റ് ഇഷ്യൂ ഉണ്ട്. ഇറ്റ്സ് ഓക്കെ. പിന്നെ വിളിക്കാട്ടോ, റേഞ്ച് ഉള്ളടത്ത് വന്നിരുന്നോ? ഓക്കെ ഓക്കെ, എവ്ലിൻ മരിയ. ഓക്കെ എവ്ലിൻ കുട്ടി, ഗുഡ് മോർണിംഗ് എവ്ലിൻ. നൗൺ കണ്ടുപിടിച്ചോ? ഇതിന്നതേ സ്ക്രീനിൽ നോക്കിക്കോ. മൈ ഗോഡ്, ഹൂ ഇസ് ദർ? എവ്ലിൻ. കണ്ട മക്കളെ? എവ്ലിനെ കണ്ടോ എല്ലാവരും? ഗുഡ് മോർണിംഗ്. യെസ്, അപ്പൊ എവ്ലിനെ വേഗം ഒരു നൗണിനെ കണ്ടുപിടിച്ചേടാ അതിന്ന്. ക്യാറ്റ്. വെരി ഗുഡ്, സൂപ്പർബ് അല്ലെ? ക്യാറ്റ് ഉണ്ട്. മിസ് ഒന്ന് നോക്കിക്കോട്ടെ. യെസ്, ക്യാറ്റ് ഉണ്ട്. മിസ് ഇവിടെ എഴുതി വെക്കാൻ വേണ്ടി, മിസ് പിന്നെ കണ്ടുപിടിച്ചോളാം കേട്ടാ. ക്യാറ്റ് കറക്റ്റ് ആണ് സാറേ, കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. ഓക്കെ, എല്ലാവർക്കും ഉള്ള സമ്മാനം സാറ് ലാസ്റ്റ് തരോട്ട മക്കളെ. വിളിക്കാത്തവര് പേടിക്കണ്ട, വിഷമിക്കണ്ട, അടുത്ത ട്രിപ്പിൽ മിസ് വിളിക്കാം. ഓക്കെ, സെറ്റ് ആണ്. എന്നുവെച്ചാൽ 7 നമുക്ക് ബ്രേക്ക് വേണോ വിളിക്കണോ? നിങ്ങൾ പറഞ്ഞേ. ബ്രേക്ക് സമ്മാനം ഉണ്ട്. ഓക്കെ, അതൊരു കാര്യം ചെയ്യാം. സാർ ഇപ്പൊ വിളിച്ചവർക്ക് വേണ്ടിയിട്ടും ആൻഡ് ഈ ഹാൻഡ് റേസ് ചെയ്ത എല്ലാ മക്കൾക്കും കൂടി വേണ്ടിയിട്ട് സാറ് സമ്മാനം തരുന്നുണ്ട്. എല്ലാരും കൂടി വീതിച്ചെടുത്തോട്ടോ. ഓക്കെ, തല്ല് പിടിക്കരുത്, വീതിച്ചെടുത്തോ. കൊടുത്തോ സാറേ? ഓ, സാറ് തന്നാക്കണമെങ്കിൽ ഇത്രയും മക്കൾക്ക് വേണ്ടി ഒരു പരിപ്പോടെയും ഒരു പഴംപൊരി, ഒരു ചായ. മക്കളെ, ഷെയറിംഗ് ഇസ് കെയറിംഗ് എന്നാണ്. ഓക്കെ, ഷെയറിംഗ് ഇസ് കെയറിംഗ്. അപ്പൊ പരിപ്പോടെയും പഴംപൊരി ഒക്കെ എല്ലാവരും വീതിച്ച് കുറച്ചെടുത്തോ. ബ്രേക്ക് അല്ലേ, അതെടുത്തിട്ട് ബ്രേക്കിന് പൊക്കോ കേട്ടോ. അതെടുത്തിട്ട് ബ്രേക്കിന് പൊക്കോ, അവിടെ ഇരുന്ന് കഴിച്ചോ. 10 മിനിറ്റ്സ് ബ്രേക്ക് ആണ് കേട്ടോടാ. ഓക്കെ, ബൈ. കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വൺ നൗൺ ആണ് പഠിച്ചത്. നൗൺ എന്ന് പറയുന്നത് എന്താണ്? നെയ്മിംഗ് വേർഡ് ആണ്. എന്തിന്റെങ്കിലും പേരാണ് നൗൺ. ആളുടെ പേരോ സ്ഥലത്തിന്റെ പേരോ സാധനത്തിന്റെ പേരോ അനിമലിന്റെ പേരൊക്കെയാണ്, പേരുകളാണ് നൗൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നൗ വി ആർ മൂവിങ് ടു ദ സെക്കൻഡ് പാർട്സ് ഓഫ് സ്പീച്ച്, പ്രൊനൗൺ. മക്കളെ, ടൈറ്റിൽ മാത്രം ഒന്ന് എഴുതിയെടുത്തേടാ. ടൈറ്റിൽ മാത്രം ഒന്ന് എഴുതിയെടുത്തോ, വേറെ ഒന്നും എഴുതിയെടുക്കണ്ടായേ, ടൈറ്റിൽ മാത്രം എഴുതിയെടുത്താ മതി. യെസ്, pronoun. യെസ്, എടാ നോക്കിയടാ, ഇനി ഒരാളെ വിളിച്ചോ സാറേ. ഗുഡ്. ആ യെസ്, അൺമ്യൂട്ട് ചെയ്തോ. അത് തന്നെ, പേടിക്കണ്ട, അൺമ്യൂട്ട് ചെയ്തോളൂ. യെസ്, അത് തന്നെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്ന് മര്യാദ ഒന്നുകൂടി ട്രൈ ചെയ്തേടാ, വരും എന്തായാലും. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആ, പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ തന്നെ പേരിലായിരിക്കണം കയറിയിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ പാരന്റ്സിന്റെ പേരിലൊക്കെ വിളിക്കേണ്ടി വരും. സോ സ്വന്തം പേരിലാക്കുക. ഒരാളെ വിളിച്ചോ സാറേ. ലൈറ. ഓക്കെ, ഗുഡ് മോർണിംഗ്. അൺമ്യൂട്ട് ചെയ്തോളൂ. യെസ്, ഗുഡ് മോർണിംഗ്. പേടിക്കണ്ട, അൺമ്യൂട്ട് ചെയ്തോ. ഗുഡ് മോർണിംഗ്. ഓക്കെ മക്കളെ, നമ്മൾ അടുത്ത സെക്കൻഡ് വൺ പഠിക്കാൻ പോകുന്നത് പ്രൊനൗൺ ആണ്. അപ്പൊ ഈ പേര് കേട്ടിട്ട് നമ്മൾ നേരത്തെ പഠിച്ച നൗണുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ആ പേര് തന്നെ നോക്കിയ, നേരത്തെ പഠിച്ചത് നൗണ്, ഇപ്പൊ പഠിക്കുന്നത് പ്രൊനൗണ്. ഒരു റിലേഷൻ തോന്നുന്നില്ലേ? ഉണ്ട്. ലൈറ കുട്ടിക്ക് ബ്രദറോ സിസ്റ്ററോ എല്ലാവരും ഉണ്ടോ? ഉണ്ട്.
അപ്പൊ മിസ് ചോദിക്കുകയാണെങ്കിൽ ലൈറക്കുട്ടി ആണിപ്പോ വീട്ടില് അമ്മ പറയുമ്പോ സാധനങ്ങളൊക്കെ കടയിൽ പോയി സാധനം വാങ്ങിക്കാറുണ്ടോ? ഉണ്ട് കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പൊ ഒരു ദിവസം ലൈറക്കുട്ടിക്ക് ക്ലാസ് ഉണ്ട്. ആരാ ഉള്ളത്? പിന്നെ സിസ്റ്റർ ആണോ ബ്രദർ ആണോ? ബ്രദർ. വലിയ ബ്രദറാ? എൽഡർ ആണോ യങ്ങർ ബ്രദർ ആണോ? എൽഡർ ബ്രദർ ആണ്. ഓക്കെ 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 ഓക്കെ. ആരോ പറയുന്നുണ്ട് കളക്റ്റീവ് നൗൺ ആൻഡ് പ്രോപ്പർ നൗൺ പറഞ്ഞില്ലാന്ന്. മക്കളെ എല്ലാം കൂടി ചേർത്താണ് മിസ് എന്ത് പറഞ്ഞത്? നൗൺ പറഞ്ഞത്. കളക്റ്റീവും പ്രോപ്പറും അബ്സ്ട്രാക്റ്റും കോമണും അങ്ങനെ വേർതിരിച്ച് പറയുന്നില്ല. അങ്ങനെ പറഞ്ഞ ഇപ്പോഴൊന്നും തീരില്ല, ഒരുപാടുണ്ട്. ഇത് ബേസിക് അല്ലേ? ബേസിക് ആയിട്ട് നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നൗൺ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. അല്ലാതെ കളക്റ്റീവ്, പ്രോപ്പർ, കോമൺ, അബ്സ്ട്രാക്ട് അങ്ങനെ ഒന്നും അറിയണ്ട. കോമൺ ആയിട്ട് നിങ്ങൾ നൗൺ എന്ന പേര് അറിഞ്ഞാൽ മതി. ആരോ ചാറ്റ് ബോക്സിൽ പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ മിസ് ലൈറക്കുട്ടിയുടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ലൈറക്കുട്ടിക്ക് സ്ഥിരമായിട്ട് ഇപ്പൊ വിചാരിക്കുക, ലൈറക്കുട്ടിയാണ് വീട്ടിൽ അമ്മയൊക്കെ പറയുമ്പോ മോനെ ഇതേ ഇത് തീർന്നു പോയി എന്ന് പറയുമ്പോൾ ലൈറക്കുട്ടി ഓടി കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കും എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ദിവസം ലൈറക്കുട്ടിക്ക് ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അമ്മ സ്വാഭാവികമായിട്ടും ആരോട് പറയും ആ ഡ്യൂട്ടി ചെയ്യാനായിട്ട്? ആരോട് പറയാ ഡ്യൂട്ടി ചെയ്യാനായിട്ട്? ലൈറക്കുട്ടിയുടെ ബ്രദറിനോട് പറയും അല്ലേ? ബ്രദറിനോട് പറയും മോനൊന്ന് പോയിട്ട് സാധനം വാങ്ങിച്ചോണ്ട് വരൂ എന്ന് പറയും അല്ലേ? സോ അതേ റിലേഷൻ ആണ് നമ്മളുടെ നൗണും പ്രൊനൗണും തമ്മിലുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇവരെ ബ്രദേഴ്സ് ആണെന്ന് പറയാം, സിസ്റ്റേഴ്സ് ആണെന്ന് പറയാം, ബ്രദറും സിസ്റ്ററും ആണെന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. അതായത് നൗൺ ഇല്ലാത്ത സമയത്ത് നൗണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. എന്താണ്? നൗൺ ഇല്ലാത്ത സമയത്ത്, നൗൺ ചിലപ്പോൾ ഉണ്ടെങ്കിലും നൗണിന് പകരം ഉപയോഗിക്കുന്ന ആളാണ് എന്ത്? പ്രൊനൗൺ എന്ന് പറയുന്നത്. അപ്പൊ മിസ് ഒരു എക്സാമ്പിൾ തരുമ്പോ മിസ് നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. മിസ് അവിടെ ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്, റിയ ഈസ് മൈ ഫ്രണ്ട്. റിയ എന്റെ ഫ്രണ്ട് ആണ്. ഓക്കെ, ആൻഡ് മിസ് അടുത്തത് വീണ്ടും എഴുതുകയാണ്, റിയ ഈസ് വെരി കൈൻഡ്. വീണ്ടും മിസ് റിയനെ കുറിച്ച് പറയുവാണ് കേട്ടോ. ഓക്കെ, റിയ ഈസ് വെരി കൈൻഡ് എന്ന് പറയാണ്. അപ്പൊ ഇവിടെ മിസ് 2 പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം നൗൺ ഉപയോഗിച്ചു. ഓക്കെ ഓക്കെ, രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും നൗൺ ഉപയോഗിക്കുന്നത്, അതൊരു റിപ്പറ്റീഷൻ വരുമ്പോൾ അത് അത്ര സുഖമില്ല അല്ലേ? വീണ്ടും വീണ്ടും ഇപ്പൊ ഞാൻ അടുത്തത് റിയ വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുമ്പോൾ വീണ്ടും റിയ ഈസ് മൈ ഫ്രണ്ട്, റിയ ഈസ് വെരി കൈൻഡ്, റിയ ഈസ് ബ്യൂട്ടിഫുൾ. എപ്പോഴും റിയ 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 എന്നുള്ള നൗൺ ഉപയോഗിക്കുമ്പോൾ അത് ശരിയല്ല. ഈ റിപ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മള് റിയ ഗേൾ ആയതുകൊണ്ട് എന്തുപയോഗിക്കും? റിയ ഗേൾ ആയതുകൊണ്ട് മിസ് ഇവിടെ ഉപയോഗിച്ചാണ് നോക്കിയേ. റിയ ഗേൾ ആയതുകൊണ്ട് റിയക്ക് പകരം ഷീ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. ആദ്യത്തിൽ നമുക്ക് നൗൺ തന്നെ ഉപയോഗിക്കാം, പേര് തന്നെ ഉപയോഗിക്കാം. രണ്ടാമതും ഈ റെപ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടി മിസ് എന്തുപയോഗിച്ചു? ഷീ എന്നുപയോഗിച്ചു, റിയ ഗേൾ ആയതുകൊണ്ട്. ഓക്കെ ആണോ? റെപ്പറ്റീഷൻ ഒഴിവാക്കാനായിട്ട് ഷീ എന്നുപയോഗിച്ചു. ഈ ഷീ ആണ് മക്കളെ എന്ത്? പ്രൊനൗൺ എന്ന് പറയുന്നത്. അതായത് നൗണിന് പകരം, മിസ് നേരത്തെ പറഞ്ഞില്ലേ ചേട്ടൻ ഇല്ലെങ്കിൽ അനിയത്തി കടയിൽ പോകുന്നത്, അതേപോലെ നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ ഇവിടെ റിയയും പ്രൊനൗണും, നൗണും പ്രൊനൗണും വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? സിസ്റ്റേഴ്സ് ആണെന്ന് പറയാം അല്ലേ? സിസ്റ്റേഴ്സ് ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടീനെ വിളിച്ചോ സാറേ. ദിയ ഫാത്തിമ ഹാപ്പിയാണ്. അത് ശരിയാണ് കേട്ടോ, ഞാനും കുറച്ചേരം നോക്കണേ, ചിരിച്ചോണ്ടേ ഇരിക്കണം. ഓക്കെ 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 ഓക്കെ. ഗുഡ് മോർണിംഗ് ദിയ ഫാത്തിമ. ഓക്കെ, ഗുഡ് മോർണിംഗ്. അൺമ്യൂട്ട് ചെയ്തോ? യെസ്. ഓക്കെ മക്കളെ, അപ്പൊ ഇവിടെ മിസ് റിയ എന്ന് എഴുതിയത് കൊണ്ട് ഷീ എന്ന പ്രൊനൗൺ ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ മിസ് ഇവിടെ ഒരു പേര് പറഞ്ഞേ സാറേ. അതല്ല, ബോയുടെ പേര് പറ. നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ഒരാൾ എടുക്കാം. ദേവദത്ത് എന്ന് എഴുതുവാണേ, ദേവദത്ത്. ഓക്കെ, ദേവദത്ത് എന്ന് മിസ് എഴുതുവാണ്. ദേവദത്ത് ഇസ് മൈ ഫ്രണ്ട്. ഓക്കെ, ഞാൻ പറയാണേ, ദേവദത്ത് ഇസ് മൈ ഫ്രണ്ട്. ദേവദത്ത് ഇസ് വെരി കൈൻഡ് എന്ന് പറയാണ്. ദേവദത്ത് ഇസ് മൈ ഫ്രണ്ട്, ദേവദത്ത് ഇസ് വെരി കൈൻഡ്. അപ്പൊ 2 പ്രാവശ്യം ദേവദത്ത് എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുന്നത് സുഖമില്ല. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കണം ദിയ? ഹി എന്നുപയോഗിക്കണം. വെരി ഗുഡ്. ദേവദത്ത് ബോയ് ആയതുകൊണ്ട് ഹി എന്നുപയോഗിച്ചു. അപ്പൊ ഈ ഹി എന്ന് പറയുന്നതാണ് മക്കളെ ശ്രദ്ധിക്കുക. എന്താണ് ദിയ ഹി എന്ന് പറയുന്നത്? പ്രൊനൗൺ. വെരി ഗുഡ്. ഈ ഹി എന്ന് പറയുന്നതാണ്
പ്രൊനൗൺ. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നൗണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. യെസ്, ദേവദത്ത് ബോയ് ആയതുകൊണ്ട് ഹി ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരാളെ വിളിച്ചോ സാറേ. അവനിത. ഹലോ അവനിത, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ അവനിത നമ്മള് റിയനെ കുറിച്ചല്ല പറയണേ, ദേവദത്തിനെ കുറിച്ചല്ല പറയണേ, ഒരു ഡോഗിനെ കുറിച്ച് പറയാൻ പോവാണേ. ഓക്കെ, അപ്പൊ വഴി കൂടി ഒരു ഡോഗ് പോകുന്നു. അപ്പൊ അവനിത എന്ത് പ്രൊനൗൺ ഉപയോഗിക്കും? വെരി ഗുഡ്. ചോദിക്കേണ്ട താമസം അവനിതൊക്കെ ഇത് ഓൾറെഡി അറിയാമായിരുന്നു. മക്കളെ ശ്രദ്ധിക്കാം. അനിമൽസിനെ കുറിച്ച് നിങ്ങൾ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തുപയോഗിക്കാം? ഇറ്റ് ഉപയോഗിക്കാം. ബോയ് ആണെങ്കിൽ ഹി, ഗേൾ ആണെങ്കിൽ ഷീ, ആൻഡ് അനിമൽസിനെ കുറിച്ച് അല്ലെങ്കിൽ സാധനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇറ്റ് ഉപയോഗിക്കാം. ഓക്കെ, കാരണം നമുക്കറിയില്ല വഴി കൂടി പോണ ഡോഗ് ഗേൾ ആണോ ബോയ് ആണോ എന്ന് അറിയാത്തത് കൊണ്ട് നമുക്ക് ഇറ്റ് പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, സെറ്റ് ആണ്, ഇറ്റ് പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കാം. ഇനി നിങ്ങളുടെ സ്വന്തം പെറ്റ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അത് ബോയ് ആണോ ഗേൾ ആണോ എന്ന്. അപ്പൊ ഷീ ഹി എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ജനറലി നമ്മൾ അനിമൽസിനെ പറയുമ്പോൾ ഇറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? അതിന്റെ അടുത്ത ആളെ വിളിച്ചോ സാറേ. അടുത്തത് ആർസു. ആർസു അമ്രി. ആർസു. യെസ്, ആർസു ഒന്നുകൂടി നെയിം പറഞ്ഞേടാ. യെസ്, ആർസു അമൃത്. ഓക്കെ, വെരി നൈസ് നെയിം. എന്തെങ്കിലും മീനിങ് ഉണ്ടോടാ? എന്താ? സൂപ്പർ നെയിം, ആകാശത്തോളം പ്രതീക്ഷ. എന്ത് നല്ല അർത്ഥമുള്ള പേരാടാ. ഇത് ഏത് ലാംഗ്വേജ് ആണ് ആർസു എന്ന് പറയുന്നത്? ഏത് ലാംഗ്വേജ്? ഓക്കെ, ഓ മൈ ഗോഡ്, ആകാശത്തോളം പ്രതീക്ഷയാണ് പാരന്റ്സിനുള്ളേട്ടാ. അപ്പൊ പ്രൊനൗൺ മനസ്സിലായോ? പ്രൊനൗൺ മനസ്സിലായി. അപ്പൊ ആർസു നോക്കുമ്പോ ഉണ്ടല്ലാടാ, രണ്ട് ഗേൾസ് അവിടെ നിന്ന് സംസാരിക്കുവാണ്. ആർസു അവര് രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കാണ്. അപ്പൊ യെസ്, ഇപ്പോഴും രണ്ടുപേര് അവിടെ. ആരൊക്കെയാ സാർ ഇരിക്കുന്നേ? അക്കീറ, കീവ. യെസ്, അക്കീറയും അക്കീവ ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ കേട്ടോ. അവരവിടെ ഇരുന്ന് സംസാരിക്കാണ് കേട്ടോ. അപ്പൊ ആർസു അവരെ നോക്കിയിട്ട് അവർ സംസാരിക്കുന്നു എന്നുള്ളതിന് ഏത് പ്രൊനൗൺ, പേര് പറയാതെ ഏത് പ്രൊനൗൺ ഉപയോഗിക്കും? ദേ. വെരി ഗുഡ് മക്കളെ. ഒന്നിലധികം ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ദേ എന്ന് ഉപയോഗിക്കണം. ബോയ് ആയിക്കൊള്ളട്ടെ ഗേൾ ആയിക്കൊള്ളട്ടെ, ഒന്നിലധികം ആൾക്കാരുള്ളപ്പോൾ ദേ ഉപയോഗിക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ് സാർ, അടുത്തൊരാളെ വിളിച്ചോ. ദേവനന്ദ എൻ എസ്. ഗുഡ് മോർണിംഗ്. അപ്പൊ ദേവനന്ദ. ഓക്കെ, ദേവനന്ദയും ദേവനന്ദയുടെ ഫ്രണ്ട്. ഇപ്പൊ ഞാൻ ഫ്രണ്ടാന്ന് വിചാരിക്കും. അപ്പൊ ദേവനന്ദയും വിദ്യയും കൂടി സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ ദേവനന്ദ പറയാണ് ദേവനന്ദ ആൻഡ് വിദ്യ ആർ ഫ്രണ്ട്സ് എന്ന് നമ്മൾ പറയോ? അതിന് പകരം ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് എന്നല്ലേ പറയാറ്? അപ്പോ എന്ത് പ്രൊനൗൺ ആണ് അവിടെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക? വി. മക്കളെ സ്വയം പറയുകയാണെങ്കിൽ നിങ്ങൾ വി എന്ന പ്രൊനൗൺ ഉപയോഗിക്കണം. ഓക്കെ, ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ ഐ എന്ന് ഉപയോഗിക്കാം. രണ്ടുപേരുണ്ടെങ്കിൽ നമുക്ക് പറയാം വി എന്ന് പറയാം. സോ പേരിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രൊനൗൺ. ഇനി ഒന്ന് ഡെഫിനിഷൻ വായിച്ചു നോക്കിയടാ. എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺ. മക്കളെ ഇൻസ്റ്റെഡിന്റെ മീനിങ് അറിയാത്തവർ മലയാളത്തിൽ വേണമെങ്കിൽ എഴുതി വെച്ചോ. പകരം. പകരം എന്നാണ് മീനിങ്. എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺ, അതാണ് പ്രൊനൗൺ. നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രൊനൗൺ. ഓക്കെ, ഇനി വേഗം ഈ ഡെഫിനേഷൻ ഒന്ന് എഴുതിയെടുത്തോ കേട്ടോ. ഇനി വേഗം ഒന്ന് ഡെഫിനേഷൻ ഒന്ന് എഴുതിയെടുത്തേടാ. അപ്പൊ അടുത്തത് അവനെ തന്നെ വിളിക്കാം. യെസ്, വേഗം ഒന്ന് എഴുതിയെടുത്തോ. അല്ല, അവൻ പ്രകൃതിയിൽ ഇരിക്കാണ് സാറേ. നല്ല വൈബല്ലേ, അടിപൊളി വൈബാണ്. യെസ്, മിസ്സിന് ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കാൻ. പക്ഷെ ശ്രദ്ധിക്കണം കേട്ടോ, കിളികളെ നോക്കി ഇരിക്കരുത് അവിടെ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എഴുതിക്കോ. പ്രൊനൗൺ എന്താന്ന് എഴുതിക്കോ. ആര് രണ്ടുപേരായിരിക്കുന്നു സാർ? എഴുതുന്നില്ലേ അവര്? ഓക്കെ, ശ്രേയ കുട്ടി എഴുതുന്നില്ലേ? ശ്രേയ, ശ്രീയ. അൺമ്യൂട്ടെ. എഴുതുന്നില്ലേ മക്കളെ? എന്റെ പൊന്നെ, എപ്പ എഴുതി? അപ്പൊ ക്ലാസ് പറയുമ്പോ ശ്രദ്ധിക്കാതിരുന്ന് എഴുതിയല്ലേ? അല്ല, ശ്രദ്ധിച്ചോ. എന്നാ വേഗം പറഞ്ഞു. ആ സമയം കൊണ്ട് പ്രൊനൗൺ എന്താന്ന് പറഞ്ഞേ.
വെരി ഗുഡ്. പേരിന് പകരം, ഒരു കുട്ടിക്കൊന്നും പറയണ്ട, പേരിന് പകരം നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രൊനൗൺ. ഓക്കെ, അപ്പൊ നിങ്ങളെ രണ്ടുപേരെയും സ്വയം പറയുമ്പോ ഏത് പ്രൊനൗൺ ഉപയോഗിക്കും? വി. സൂപ്പർ. വി ഫോർ വിക്ടറി. വിദ്യ. വി ഫോർ വിദ്യ. യെസ്, സൂപ്പർ. ഓക്കെ, അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പൊ പേരിന് പകരം, നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രൊനൗൺ. മക്കളെ എന്റെ എക്സാമ്പിൾസും ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോ. ഹി, ഷീ, ഇറ്റ്, ദേ, ഇതൊക്കെ പ്രൊനൗൺസ് ആണ് കേട്ടോ. ഇതൊക്കെ പ്രൊനൗൺസ് ആണ്. ഓക്കെ, ഇതൊക്കെ പ്രൊനൗൺ ആണ്. യെസ്, എഴുതി കഴിഞ്ഞല്ലോ. ഇത്രയും സമയം മതി. ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ചെറിയൊരു സെന്റൻസ് ആണ്, ഇത്രയും മതി. ഓക്കെ, ഇനി വേഗം നോക്കിയടാ. മിസ് അവിടെ ഒരു 4 സെന്റൻസ് തന്നിട്ടുണ്ട്. ഓരോ സെന്റൻസ് ആയിട്ട് നമ്മള് സെന്റൻസിലെ നൗണിനെ മാറ്റി പ്രൊനൗണിനെ കൊടുക്കാനായിട്ട് പോവാണ്. ഓക്കെ, പ്രൊനൗണിനെ കൊടുക്കാനായിട്ട് പോവാണ്. സാറേ ആദ്യത്തെ ഒരാളെ വിളിച്ചോ. ഇസ അന്ന പോൾസൺ. ഓ മൈ ഗോഡ്, ഇസ അന്ന പോൾസൺ. ഇസ, റിയ ഈസ് എ ഡാൻസർ. ഓക്കെ, റിയ ഈസ് എ ഡാൻസർ. റിയ പെർഫോംസ് വെൽ എന്നാണ് ആദ്യത്തെ സെന്റൻസിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സെന്റൻസിലെ നൗൺ ഏതാണ്? റിയ. റിയാണ് നൗൺ എന്ന് പറയുന്നത്, കറക്റ്റ് ആണ്. ആൻഡ് രണ്ടാമത്തെ സെന്റൻസിലും വീണ്ടും മിസ് റിയ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എന്ത് മണ്ടത്തരം അല്ലേ? അപ്പൊ റിയ ഒന്ന് വേഗം മോന് മിസ്സിനെ സഹായിച്ചിട്ട് ആ റിയക്ക് പകരം എന്ത് പ്രൊനൗൺ ഉപയോഗിക്കാം? ഷീ. വെരി ഗുഡ് ഷീ. മക്കളെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ആദ്യത്തെ സെന്റൻസിൽ നിന്ന് തന്നെ പ്രൊനൗൺ പേര് മാറ്റണ്ട കേട്ടോ. രണ്ടാമത്തെ സെന്റൻസിൽ മാറ്റിയാ മതി, അല്ലെങ്കിൽ ആരെ കുറിച്ചാ പറയണേന്ന് മനസ്സിലാവില്ല. യെസ്, വെരി ഗുഡ് ആൻസർ കേട്ടോ. കറക്റ്റ് ആൻസർ ആണ് ഷീ എന്ന് എഴുതി. സാറേ അടുത്തൊരാളെ വിളിച്ചോ. സാറേ ഗ്ലാനിയ. അൺമ്യൂട്ട് ചെയ്തോടാ. ഓ സാറ് ഇന്നലെ ഹിന്ദി ക്ലാസ് ആയിരുന്നെന്ന് തോന്നട്ടാ. ഇന്നലെ മാത്സ് ഹിന്ദി ക്ലാസിന്റെ എഫക്ട് ഇപ്പോഴും ഉണ്ട്. അൺമ്യൂട്ട് കരോ എന്നൊക്കെ സാറ് പറയുന്നത്. യെസ്, ഓപ്ഷൻ വരുന്നില്ല. ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയേ. ഇല്ല. ഇനി മിസ്സിന്റെ ക്വസ്റ്റ്യൻ പേടിച്ച് ആരും അൺമ്യൂട്ട് ചെയ്യാതിരിക്കരുത് കേട്ടോ. ഓക്കെ, അതിന് ഈസി ക്വസ്റ്റ്യൻ തെറ്റിയാലും കുഴപ്പമില്ല. അടുത്ത ആളെ വിളിച്ചോ. സാറേ നോയൽ കുട്ടാ. ചെയ്യൂ. യെസ് യെസ്. ഓക്കെ സെറ്റ്. മക്കളെ രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയടാ. ആദ്യത്തെ നമ്മൾ ചെയ്തു. രണ്ടാമത്തെ, രാഹുൽ ആൻഡ് അമിത് ആർ ബ്രദേഴ്സ്. രാഹുലും അമിതും ബ്രദേഴ്സ് ആണ്. രാഹുൽ ആൻഡ് അമിത് സ്റ്റഡി ടുഗെദർ. അവർ ഒരുമിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ സെന്റൻസിലും മിസ് വീണ്ടും രാഹുൽ ആൻഡ് അമിത് എന്ന് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനു പകരം എന്ത് പ്രൊനൗൺ ഉപയോഗിക്കാം? അവര് സ്വയം പറയുമല്ല, മോനാണ് പറയുന്നത്. അവര് ബ്രദേഴ്സ് ആണ്, അവര് ഒരുമിച്ച് പഠിക്കുകയാണ്. അപ്പൊ എങ്ങനെ പറയും? കറക്റ്റ് കണ്ട. അപ്പൊ ഒന്ന് മിസ് ഒന്ന് നോക്കിയാലേ കറക്റ്റ് ആയിട്ട് ആൻസർ പറയുള്ളൂ അല്ലെ? ദേ. വെരി ഗുഡ്. എടാ, ഇത് ഒരാളെ കുറിച്ചായിരുന്നെങ്കിൽ നമുക്ക് ഹീ എന്ന് പറയായിരുന്നു. 2 പേരുള്ളപ്പോ നമ്മൾ എന്താണ്? ദേ, അവർ എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കാണ്. കറക്റ്റ് ആണ് കേട്ടോ. യെസ് സാർ, അടുത്തൊരാളെ വിളിച്ചോ. യെസ്, ആന്റൺ പിയൂസ്. ഗുഡ് മോർണിംഗ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ. ആന്റണിന് പെറ്റ് ഉണ്ടോ? പെറ്റ് ഏതാ പെറ്റുള്ളേ? കറക്റ്റ് കണ്ട. മോന് രാവിലെ ഭക്ഷണം കൊടുത്തോ ഡോഗിന്? വെറുതെ അല്ല. ദ ഡോഗ് ഈസ് ഹംഗ്രി. അറിഞ്ഞോ അത്? ദ ഡോഗ് ഈസ് ഹംഗ്രി. ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. അവിടെ ഇരുന്ന് കൊരക്കണ്ട്. മിസ്സിന് കേക്കാ. സാറ് ഇങ്ങനെ ഏതാണ് ബ്രീഡ് ഏതാണെന്ന്? ഓ മൈ ഗോഡ് സാറേ, വീടിന്റെ അടുത്തൊക്കെ പോവല്ലേ. ഓക്കെ, അപ്പൊ മോനെ നോക്കിക്കോ. ദ ഡോഗ് ഈസ് ഹംഗ്രി, ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. അപ്പൊ വീണ്ടും ഈ ഡോഗ് എന്ന് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. എന്തുപയോഗിക്കാം അതിന് പകരം? ഇറ്റ്. വെരി ഗുഡ്, കറക്റ്റ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ആ ഡോഗിനും കൂടി എന്തെങ്കിലും കൊടുക്കണോ കേട്ടോ? കൊടുക്കോ? യെസ്, കൊടുക്കും. ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ആളെ വിളിച്ചോ. സാറേ വാസുദേവ്. ഓക്കെ, യെസ് വാസുദേവ്. നോക്കിക്കോ. മീന
എ പെൻ. മീനക്കൊരു പേനയുണ്ട്. മീന ലോസ്റ്റ് ദ പെൻ. മീനയുടെ കയ്യിൽ നിന്ന് ആ പേന പോയി, നഷ്ടപ്പെട്ടു. അപ്പൊ വീണ്ടും വീണ്ടും മീന എന്ന് പറയുന്നതിന് പകരം എനിക്ക് ഏത് പ്രൊനൗൺ ഉപയോഗിക്കാം? എന്താ, ഹി ആണോ? ഷീ. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ഷീ. മീന ഗേൾ ആയതുകൊണ്ട് ഷീ എന്ന് ഉപയോഗിച്ചു. സെറ്റ് ആണേ മക്കളെ. ഇത്രയും. മൈ ഡോഗ്സ് നെയിം ഈസ് പോപ്പി. വെരി ഗുഡ്. ആരുടെയോ ഡോഗിന്റെ പേര് പോപ്പി എന്ന് പറയുന്നത് കേട്ടാ. നവീനയുടെ ഡോഗിന്റെ പേര് പോപ്പി എന്നാണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ മക്കളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് നൗണും പ്രൊനൗണും പഠിച്ചു അല്ലേ? നൗണും പ്രൊനൗണും പഠിച്ചു. ഓക്കെ ആണോ ഈ രണ്ടെണ്ണം? ഒരാളെ വിളിച്ചോ സാറേ. പ്രാർത്ഥന. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നൗൺ ഓർക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് പ്രാർത്ഥനക്കുട്ടി ഫസ്റ്റ് സെന്റൻസ് നോക്കിക്കോ. ദ ബോയ് ഈസ് പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. വേഗം അതിലെ നൗണിനെ കണ്ടുപിടിച്ചേ. നൗണിനെ, പേരിനെ. ആ, ബോയ്. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. സാർ അടുത്ത ആളെ വിളിച്ചോ. അതിഥി കുട്ടി. അതിഥി കുട്ടി കേൾക്കുന്നില്ലേ സാറേ? ഉണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ്. അൺമ്യൂട്ട് ചെയ്തോളൂ. ആ, യെസ്. ഓക്കെ, അതിഥി കുട്ടി ഫസ്റ്റ് സെന്റൻസിൽ ഒരു നൗണേ ഉള്ളോ? ബോയ് മാത്രമേ ഉള്ളോ? അത് പറഞ്ഞോ, ഏതാ? വെരി ഗുഡ്, ഗാർഡൻ. ഗാർഡൻ ഒരു സ്ഥലത്തിന്റെ പേരാണ്. കറക്റ്റ് ആണ്. യെസ്. സാർ അടുത്തൊരാളെ വിളിച്ചോ. ഐ ഹാവ് എ പാഷൻ. പേർഷ്യൻ ക്യാറ്റ്. പേർഷ്യൻ ക്യാറ്റ്. ഓക്കെ, അടുത്ത ആളെ വിളിച്ചോ സാറേ. അഫ്നാൻ. ആ, ഗുഡ് മോർണിംഗ്. ആ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സെന്റൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. സെക്കൻഡ് സെന്റൻസിൽ ഏതാണ് നൗണ്? ടീച്ചർ. വെരി ഗുഡ്. സാർ അടുത്ത ആളെ വിളിച്ചോ. വിശ്വാസ്. വിശ്വാസ്. യെസ്, നൈസ് നെയിം. യെസ്. എടാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, സെക്കൻഡ് സെന്റൻസിൽ ടീച്ചർ മാത്രമേ ഉള്ളൂ നൗണ്. ബുക്കും കൂടി ഉണ്ട്. കറക്റ്റ് ആണ്, ബുക്കും കൂടി ഉണ്ട്. വെരി ഗുഡ്. യെസ്. സാറേ അടുത്ത ആളെ വിളിക്കണേ. സർഗക്കുട്ടി. എന്താണ് അവിടെ ഇരുന്ന് എല്ലായിടത്തും നോക്കണേ? കുറച്ചു നേരമായി മിസ് കാണണേ. ഫുൾ ഇങ്ങനെ CCTV ക്യാമറ പോലെ നോക്കണ്ടല്ലോ. ഓക്കെ, സർഗക്കുട്ടി. ടൈം ആയാ നോക്കിയതാണോ? അതായിരിക്കൂല. യെസ്. മകളെ, ഒന്ന് വേഗം നൗണിനെ തേർഡ് സെന്റൻസിൽ നിന്ന് കണ്ടുപിടിച്ചേ. ദ ഡോഗ് ഈസ് ബാർക്കിംഗ് ലൗഡ്ലി. ഡോഗ്. 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 യെസ്, ഡോഗ് ആണ്. ഓക്കെ, അടുത്തത് സാറേ. അടുത്ത ആളെ വിളിച്ചോ. യെസ്. ഓക്കെ ഓക്കെ, എന്തോ ആവട്ടെ. അൺമ്യൂട്ട് ചെയ്തോടാ മോനെ. ഉഷിക്നാഥ്. ആ, യെസ് മോനെ. ഫോർത്ത് സെന്റൻസ് ഒന്ന് നോക്കിയടാ. റിയ ലിവ്സ് ഇൻ ചെന്നൈ. അതിലേതാ നൗണ്? റിയ. വെരി ഗുഡ്. ചില സെന്റൻസിൽ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാവും. എല്ലാം നോക്കണം. അടുത്ത ആളെ വിളിച്ചോ സാറേ. ആ, ഓക്കെ ഓക്കെ ഓക്കെ. അഭിനവ്. ആ, യെസ്. ഫോർത്ത് സെന്റൻസിൽ റിയ മാത്രമേ ഉള്ളൂ നൗണായിട്ട്. ആ, പിന്നെ ഏതാ ഉള്ളേ? പറയുന്നുണ്ടോ? കേൾക്കുന്നില്ലടോ. ഒന്ന് ഉറക്കെ പറയോ. പറയുന്നുണ്ടോ? അടുത്തേക്ക് വാ. ആ, പറ. ഓക്കെ, കുഴപ്പമില്ല. മിസ് ഐഡന്റിഫൈ ചെയ്യാട്ടാടാ. ഒരുപാട് പേര് ആൻസർ പറയുന്നുണ്ട്. യെസ്, കറക്റ്റ് ആണ്. ചാറ്റ് ബോക്സിൽ പറയുന്നത് ചെന്നൈ എന്ന് കൂടിയുണ്ട്. ലാസ്റ്റ് സെന്റൻസ്. നിങ്ങൾ ആരും പേടിക്കണ്ട, നമ്മൾ ഇതേ ലാസ്റ്റ് എത്തി കേട്ടോ. ഓക്കെ, സാറേ വിളിച്ചോ സാറേ. നസ്വിൻ. ആ, യെസ്. ലാസ്റ്റ് സെന്റൻസ്, ഫിഫ്ത് സെന്റൻസ്. ഐഡന്റിഫൈ ദ നൗൺ മോനെ. സൺ. വെരി ഗുഡ്, സൺ ആണ്. അടുത്തൊരാളെയും കൂടി വിളിച്ചോ സാറേ. വേദിക കുട്ടി. വേദിക. വേദിക്ക് പറ്റുന്നില്ല. അൺമ്യൂട്ട് ചെയ്തോ, പേടിക്കണ്ട. നോ പ്രോബ്ലം. ആ, യെസ് യെസ്. മക്കളെ, ലാസ്റ്റ് സെന്റൻസിൽ സണ്ണ് മാത്രമേ ഉള്ളൂ നൗണ്. ഈസ്റ്റ്. മക്കളെ, ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷന്റെ പേരാണ് അല്ലേ? നോർത്ത്, വെസ്റ്റ്, സൗത്ത്, ഈസ്റ്റ് എന്നൊക്കെ പറയാം. അപ്പൊ അതേപോലെ ഈസ്റ്റ് ഒരു ഡയറക്ഷന്റെ പേരായതുകൊണ്ട് അതും നൗൺ ആണ്. ഓക്കെ, നൗൺ ക്ലിയർ ആണെങ്കിൽ മിസ്സിന് ഒന്ന് ഡബിൾ തംസ് അപ്പ് തന്നേടാ. കാണിച്ചാ മതി.
നൗൺ എന്ന് പറയുന്നത് പേരാണ്. യെസ്, ഡബിൾ തംസ് അപ്പ്. മതി മതി മതി. പ്രൊനൗൺ ഇവിടെ ടീച്ചർമാർക്ക് ഒഫീഷ്യൽ ഇതുണ്ട്, സൈൻ ഉണ്ട്. ഓക്കെ, സൈൻ ഒക്കെ ഉണ്ട്. ജ്യേഷ്ഠാംശത്തിന് കൂട്ടി. ഓക്കെ 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 ഓക്കെ, സെറ്റ് സെറ്റ്. ഓക്കെ പാർവതീസിന് ബല്യ. ഓ ബല്ലേ ബല്ലേ. ഓക്കെ ഓക്കെ മിസ് ഇതുവരെ കണ്ടുവെച്ചോ. ഓക്കെ, കണ്ടുവെക്കാം. ഓക്കെ, അപ്പൊ മക്കളെ നോക്കിയേ, ഇനി പ്രൊനൗൺ മനസ്സിലായെങ്കിൽ ഒന്ന് വീണ്ടും ഒരു ഡബിൾ തംസ് അപ്പ് പ്രൊനൗണിന് വേണ്ടി തന്നേടാ. പ്രൊനൗൺ മനസ്സിലായെങ്കിൽ. യെസ്. ഓ, ഞാൻ മിസ് നോക്കട്ടെ ആർക്കൊക്കെ മനസ്സിലായി നേടാ. അതെ, നോക്കിക്കോ മക്കളെ, ലാസ്റ്റ് അടി. യെസ് യെസ്, ഡബിൾ തംസ് അപ്പ് തരൂ. പ്രൊനൗൺ ക്ലിയർ ആയെങ്കിൽ തന്നാ മതി കേട്ടോ. യെസ് യെസ് യെസ്, പേരിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. അത്രയും മനസ്സിലാക്കുക. യെസ്, പേരിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രൊനൗൺ. അപ്പൊ നമ്മൾ ഇന്ന് 2 പാർട്സ് ഓഫ് സ്പീച്ച് ആണ് പഠിച്ചത്. ഓക്കെ ആണല്ലോ മകളെ? ഈ 2 എണ്ണത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ക്ലാസ്സിൽ തന്നെ ഇരിക്കുക, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം.